പ്രിയമുള്ളവരെ, 2 ആഴ്ച മുമ്പ് മംഗലാപുരം ഉള്ളാളിൽ സ്വിമ്മിംഗ് പൂളിൽ 3 സ്ത്രീകൾ മരണപ്പെട്ടു. 3 ആൾക്കാർ മുങ്ങി മരണപ്പെട്ടു. അപ്പോൾ അതിനുള്ള കാരണം സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ വരുന്ന ചെറിയ ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും സ്വിമ്മിംഗ് പൂളിന്റെ ഒരു മരണപ്പെടാനുള്ള ഒരു കാരണം കൂടി ഞാനൊന്ന് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നു. പിന്നെ നമ്മൾ പൂളിൽ കുളിക്കുമ്പോൾ നമ്മൾ ഏത് ഡ്രസ്സിലാണ് കുളിക്കുക എന്നുള്ളതൊന്നും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് റിസോർട്ടിലുള്ളവർ നമ്മുടെ അടുത്ത് ഉണ്ടായിക്കോണം എന്നില്ല. സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ആദ്യം മരണപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ കണ്ടില്ല, നമ്മൾ ഇറങ്ങുന്നോടത്തെ ഏകദേശം സ്വിമ്മിംഗ് പൂളിന്റെ ആയോ ഇത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സ്വിമ്മിംഗ് പൂളിലും കോമൺ ആയിട്ട് നമ്മളൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ടാവും. അത് കുറഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ. അതുപോലെ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു തലവിലോട്ട് വരുന്തോറും ആയം കൂടി വരും. അപ്പോൾ മംഗലാപുരത്ത് സംഭവിച്ചത് എന്താ വെച്ചാൽ അവർക്ക് ഈ സ്വിമ്മിംഗ് പൂളിന്റെ ആയത്തിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. അപ്പം അവർ 3 പേരും നേരെ വന്നു. ഒരാൾ വെള്ളത്തിലാകപ്പെട്ടു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഇനി നിങ്ങൾക്ക് ഒട്ടും നീന്താൻ അറിയില്ലെങ്കിൽ പരമാവധി പൂളിലൊന്നും ഇറങ്ങാതിരിക്കുക. അഥവാ ഇറങ്ങുകയാണെങ്കിൽ റിസോർട്ടിലുള്ളവരോട് അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജാക്കറ്റ് അല്ലെങ്കിൽ ട്യൂബുകളൊക്കെ ചോദിച്ചാൽ അവരത് റെഡിയാക്കി തരും. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.